അഡ്വക്കേറ്റ് അനിൽകുമാർ, ഞാൻ താങ്കളിൽ നിന്ന് തുടങ്ങുകയാണ്. ഇതാ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ വിഷൻ 2031 അത് തിരുവനന്തപുരത്ത് 2 ദിവസം പിന്നിട്ടിരിക്കുന്നു. നാളെ അത് സമാപിക്കും. വിഷൻ 2031 വിവാദങ്ങൾക്കിടയിലും ശ്രദ്ധേയമായ ഒരു പരിപാടിയാണത്. ആ പരിപാടിയെക്കുറിച്ച് CPIM എങ്ങനെ കാണുന്നു? അതിൻ്റെ ഉദ്ഘാടന വേദിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വിട്ടുനിൽക്കുകയും അതിൽ പങ്കെടുക്കുന്ന 5 ദേശീയതല പ്രാധാന്യമുള്ള പ്രമുഖരോട് മുൻ പ്രതിപക്ഷ നേതാവ് വിട്ടുനിൽക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു, വിഫലമായെങ്കിലും. എന്തുകൊണ്ടാണ് ആ പരിപാടിയോട് പ്രതിപക്ഷത്തിന് ഇങ്ങനെ ഒരു എതിർപ്പ്? ഇത് രണ്ടും ചേർത്ത് അഡ്വക്കേറ്റ് അനിൽകുമാർ. ഒരു പരിപാടിയിൽ മാത്രമല്ല, പല പരിപാടികളിലും കേരളത്തിലെ പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനോടോ കേരളത്തോടോ സഹകരിച്ചിട്ടില്ല. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് പ്രതിപക്ഷം അതിനോട് പെരുമാറിയത്? തീരശോഷണം ഉണ്ടാകും വിഴിഞ്ഞം വന്നാൽ. അവസാനം വിഴിഞ്ഞത്ത് ക്രെയിൻ വന്ന് ആ ക്രെയിനിൻ്റെ ഇറക്കൽ ഒരു പരിപാടി എന്ന നിലയ്ക്ക് സംഘടിപ്പിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, അവിടെ പോകാനിടയായത് തന്നെ അബദ്ധമായിപ്പോയി. ഇന്ന് വിഴിഞ്ഞം എവിടെ നിൽക്കുന്നു? ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പങ്കെടുത്ത കോട്ടയം മെഡിക്കൽ കോളേജിലെ 383 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തിയാകലിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ടാവും അദ്ദേഹത്തെ ആ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഒരു മുഖ്യമന്ത്രി 20-25 കെട്ടിടങ്ങൾ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു, 113 സ്കൂളുകൾ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് ആണെങ്കിൽ ഏതാണ്ട് 1000 റോഡുകളാണ് ഒരു ദിവസം ഉദ്ഘാടനം ചെയ്തത്. കേരള ചരിത്രത്തിലല്ല, ലോക ചരിത്രത്തിൽ തന്നെ ഒരു മന്ത്രി 1000 റോഡുകൾ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ MP രാജേഷ് ആയിരിക്കും. 113 സ്കൂൾ കെട്ടിടങ്ങൾ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി ആയിരിക്കും. ഞാനിപ്പോൾ ആ മെഡിക്കൽ കോളേജിലെ പരിപാടിക്കിടയിലാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. ഒരു MRI സ്കാനിങ് മെഷീൻ ഇന്ത്യയിൽ അങ്ങനെ വേറൊന്നില്ല. ഇന്ത്യയിൽ അങ്ങനെ ഒരു ആശുപത്രിയിലും ആ MRI സ്കാനിങ് മെഷീൻ ആ നിലവാരത്തുള്ളതില്ല. ഒരു സ്വകാര്യ ആശുപത്രിക്ക് പോലും നേടാൻ കഴിയാത്ത MRI സ്കാനിങ് മെഷീൻ ഇതാ കോട്ടയത്തെത്തിയിരിക്കുന്നു. കോട്ടയത്തെ മറ്റൊരു പ്രത്യേകത കണ്ടത് 16 ഓപ്പറേഷൻ തിയേറ്റർ, അതിൽ റോബോട്ടിക് സർജറിക്ക് 2 എണ്ണം. അതിൽ പ്രധാനമായും 2 എണ്ണം അമേരിക്കയിലിരുന്ന് ഒരു വിദഗ്ധനായ ഡോക്ടറുടെ ഉപദേശങ്ങൾ അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ സർജറി നേരിട്ട് കണ്ട് നിർദ്ദേശം കൊടുത്ത് സ്വീകരിക്കുന്ന സംവിധാനം കോട്ടയം മെഡിക്കൽ കോളേജ് വന്നിരിക്കുന്നു. പറഞ്ഞാൽ തീരില്ല അത്. ഇതൊക്കെ സഹിക്കുന്ന കാര്യമാണോ? അപ്പോൾ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഒളിച്ചോടുക. നിയമസഭയിൽ വന്ന് ഈ ബഡ്ജറ്റ് ചർച്ച നടക്കുമ്പോൾ ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് ഏത് മന്ത്രിക്കെതിരെയും അഴിമതി ആരോപണം ഉന്നയിച്ചാൽ ഡിഫാമേഷൻ കേസ് വരികയില്ല. 10 കൊല്ലമായില്ലേ, അല്ലെങ്കിൽ ഈ സർക്കാരിന് 5 കൊല്ലമായില്ലേ? എഴുതി കൊടുത്തിട്ട് ഒരു കടലാസിൽ ഒരു അഴിമതി ആരോപണം എഴുതി കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് പ്രതിപക്ഷം ഒളിച്ചോടിയത്. ആ ബഡ്ജറ്റ് ചർച്ചയിൽ കൃത്യമായിട്ട് മറുപടി കിട്ടുമെന്നതുകൊണ്ടാണ് സതീശൻ്റെ നുണകൾ. ഇപ്പോൾ സതീശൻ്റെ നുണകൾക്ക് ഒരല്പം ആയുസുണ്ട്. കാരണം എന്താണ്? ആ നുണ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് പൊട്ടിക്കാൻ വേണ്ടി നവമാധ്യമങ്ങളുടെ അല്പം സമയമെടുക്കും. നിയമസഭയിൽ അത് വേണ്ട. 3-4 മന്ത്രിമാർ അങ്ങ് എഡിറ്റ് നിന്ന് ഓരോരുത്തരങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ സതീശനെ സംബന്ധിച്ച് അവിടെ നിൽക്കാൻ മാർഗ്ഗമില്ല. അതുകൊണ്ടോ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ എണീക്കും പ്രതിപക്ഷ നേതാവും. അപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുകയായി. ഇങ്ങനെ ഒളിച്ചോടിയൊരു പ്രതിപക്ഷമുണ്ടോ? നിങ്ങൾ എവിടെ വരെ ഓടാനാണ്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അങ്ങേക്ക് എവിടെ വരെ ഓടാനാണ്? ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട മണിശങ്കർ അയ്യരുടെ ഇപ്പോഴത്തെ ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ പ്ലാനിംഗ് ബോർഡിൻ്റെ ചുമതല കൂടിയുള്ള വകുപ്പിൻ്റെ സെക്രട്ടറി ശ്രീ ഷർമിള ബേരി ജോസഫ്, അവരിൽ നിന്നും ഞാൻ നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കേരളം എവിടെ വരെ എത്തി? എൻ്റെ കോൺഗ്രസ് ഗാന്ധിജിയുടെ കോൺഗ്രസ്സാണ്. ഗാന്ധിജിയുടെ കോൺഗ്രസ് എന്താണോ പറഞ്ഞത് അതിവിടെ നടപ്പാക്കി പിണറായി വിജയൻ. ഇൻ എ വണ്ടർഫുൾ മാനർ, എ വണ്ടർഫുൾ ഗവേണൻസ്. അത് പ്രൂവ് ചെയ്യാതെ മണിശങ്കർ അയ്യരെ പോലുള്ള ആളുകൾ എന്തെങ്കിലും എന്ന് പറയുന്നവരാണോ? രാജീവ് ഗാന്ധി ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ പഞ്ചായത്ത് രാജിൻ്റെ പര്യായമല്ലേ അദ്ദേഹം? ഭരണഘടനാ ഭേദഗതികൾ 85-86 ഭേദഗതികളെ പൈലറ്റ് ചെയ്ത മനുഷ്യനല്ലേ അദ്ദേഹം? എത്രയോ തവണ അദ്ദേഹം കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ട്. അത് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ട നിലയ്ക്ക് അത് അവതരിപ്പിക്കുന്നു. അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിൻ്റെ ഈ പുതിയ യാത്രയിൽ
ദാരിദ്ര്യമുക്ത കേരളത്തിന് അപവാദമായി ഏതെങ്കിലും ഒരു ചിത്രം അവതരിപ്പിക്കാൻ കഴിഞ്ഞോ? ഒരു ദിവസം മലയാള മനോരമയിൽ പങ്ക്തി ആരംഭിച്ചു, 3 ദിവസം കഴിഞ്ഞപ്പോൾ പങ്ക്തി തീർന്നു. പങ്ക്തി 3 ദിവസം 7×3 21 അതെന്താണ് ആ സാഹചര്യം എന്ന് പരിശോധിച്ചാൽ അവരെ വീണ്ടും ഉൾപ്പെടുത്താവുന്നേ ഉള്ളൂ. ഇതുപോലെ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞപ്പോൾ 21 ദിവസം മലയാള മനോരമ എടുത്തു കാണിച്ചു. നന്ദിയോടുകൂടി അത് നമുക്ക് ഉൾപ്പെടുത്താം. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഇത് തുടർ പ്രവർത്തനം ഉണ്ടാകും. ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞെന്താണ്? ദാരിദ്ര്യമില്ലാത്ത കേരളം നമുക്കുണ്ടാക്കാം. ഇതൊക്കെയല്ലേ യാഥാർത്ഥ്യം? ഇവിടെ ഇടതുപക്ഷം ദുഷിച്ചു എന്ന് പറയുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരുണ്ട്. ആ പണ്ഡിത ശ്രേഷ്ഠന്മാർക്ക് ചുറ്റും മാധ്യമങ്ങൾ ഇങ്ങനെ തിങ്ങിക്കൂടി മത്സരിക്കുകയാണ്. വരുന്നവർക്കെല്ലാം വാശിക്ക് ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വാശിക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്? ഒരു അതിവികസിത ജനാധിപത്യ സമൂഹത്തിനകത്തെ ജനാധിപത്യ ബോധവും ബോധ്യവുമുള്ള ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പോലെയാണോ കേരളത്തിലെ വോട്ട്? ഈ വോട്ടിനെ സ്വാധീനിക്കുന്ന വിധം അപവാദ പ്രചരണങ്ങളുടെയും നുണപ്രചരണങ്ങളുടെയും കുത്തൊഴുക്കല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത്? ഇല്ലെങ്കിൽ SIR-നെ പിണറായി വിജയൻ കൊണ്ടുവന്നു മുസ്ലിങ്ങളെ ഒഴിവാക്കാനെന്നുള്ള നുണ കേരളത്തിൽ ചെലവാക്കാൻ പറ്റുമായിരുന്നോ? അത് ചെലവാക്കിയവർ കേരളത്തിൽ അധികാരത്തിൽ വരണം. അത് ചെലവാക്കിയ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരം പിടിക്കണം. അതാണ് ബദൽ. ഏത്? നെഹ്റുവിൻ്റെ ബദൽ. നെഹ്റുവിൻ്റെ ബദൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണോ? മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്ന് വിശേഷിപ്പിച്ച ആളാണ് ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് മണിശങ്കര അയ്യർക്ക് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഇന്ന് ഫ്രണ്ട് പേജിൽ ഇടമില്ല, മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇടമില്ല. വിഷൻ 2031 പറയുന്നത് കേരളത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. സർക്കാർ വളരെ ഫലപ്രദമായി ഏതാണ്ട് 62 സെമിനാറുകൾ നടത്തി ഉണ്ടാക്കിയ രേഖയുടെ വിശദമായ അവലോകനവും അതിൻ്റെ നടത്തിപ്പിലേക്കുള്ള യാത്രയാണ്. നടപ്പാക്കാനാകുന്നതേ പറഞ്ഞിട്ടുള്ളൂ. ഇതാ നടപ്പാക്കാനാകും. ആ ആത്മവിശ്വാസമാണ് ഇന്നത്തെ ദിവസം ഈ സെമിനാറിൻ്റെ 2ാം ദിവസം കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് LDF-ൻ്റെ ഭാഗത്തു നിന്ന്.